കൃഷ്ണ ഗുരുവായൂരപ്പ. ദീപാരാധന കഴിഞ്ഞു. 7 മണി കഴിഞ്ഞു. 7 മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്ത് തിരക്കാണ്ടേ കാണുന്നത്. ഒന്നും പറയണ്ട. നാളത്തെ തിരക്ക് എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാം. അതിൽ തിരക്കാണ്. അത്രത്തോളം ജനങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ ഇതാ ഇന്ന് തലേ ദിവസം തന്നെ വന്ന് സ്റ്റേ ചെയ്യണവർ ഇഷ്ടം പോലെ വരും ഗുരുവായൂർ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും നാളെ ഏകാദശിക്ക് വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഗുരുവായൂർ 7 മണി സമയത്തെ കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിങ്ങനെയാണെങ്കിൽ ഇപ്പം നാളെ എന്തായിരിക്കും ഗുരുവായൂരിൻ്റെ ഒരു ജനസാന്ദ്രം, ജനത്തിരക്ക് എന്ന് പറയുന്നത്. അമ്മാതിരി തിരക്കാണ്. നടവഴിയിലൊക്കെ ആളുകളെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലമാണ്. ഭയങ്കര തിരക്കാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം ഈ ഗുരുവായൂർ കണ്ണൻ്റെ നടുക്ക് നിന്നുകൊണ്ടൊരു കാര്യം പറയുകയാണ്. കണ്ണൻ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കാനും അതുവഴി നമുക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കാൻ വേണ്ടി കണ്ണൻ നമ്മളെ സഹായിക്കുമെന്ന് ഈ നടുക്ക് നിന്നിട്ട് പറയുകയാണ്. അതിനുള്ള വഴികളൊക്കെ ഒത്തു വരുന്നുണ്ട്. എൻ്റെ ചിത്രങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്താനുള്ള ഒരു വഴി എനിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കണ്ണൻ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി പേരിലേക്ക് ചിത്രങ്ങൾ എത്തിക്കാൻ കഴിയും. ഈ ഏകാദശിയുടെ തലേ ദിവസം കണ്ണൻ്റെ നടയുടെ മുന്നിൽ നിന്നിട്ടാണ് ഇവർ പറയുന്നത്. അപ്പം ഇനി തൽക്കാലം ടാറ്റ പറയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. നാളെ നമുക്ക് രാവിലെ വീണ്ടും വരാനുള്ളതാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാനിവിടെ ഉണ്ടാവും നാളെ. അത്രത്തോളം തിരക്കാണ് മക്കളെ. അമ്പലത്തിൽ ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞ ടൈമാണ്. 7 മണി 7:15. ഇതൊക്കെയാണ് ഏകാദശിയുടെ തലേ ദിവസത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ. 7:30 മണി ടൈമിലെ കാഴ്ചകളാണ് ഗുരുവായൂരിൽ നിന്ന് തലസമയം. ഇന്ന് അന്നദാനം കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ വൈകിട്ടത്തെ ചുക്ക് കാപ്പിയും ഉപ്പുമാവും കഴിച്ചു. അടിപൊളി ചുക്ക് കാപ്പിയായിരുന്നു.